ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം? കഴിഞ്ഞ 10 വർഷമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ആരോഗ്യം തിരിച്ചുപിടിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നു അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര. ഏവർക്കും സ്വാഗതം. കേരളത്തിൽ പല കാരണങ്ങൾ കൊണ്ടും സവിശേഷമായ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണിത്. ഒന്ന്, ആദ്യമായിട്ടാണ് ഒരു തരത്തിൽ തെരഞ്ഞെടുപ്പിൽ 2 തവണ ഒരു സർക്കാർ തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്ന, ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ 2 തവണ അധികാരത്തിൽ വന്നതിന് ശേഷം 3-ാം തവണയിലേക്ക് എന്നുള്ളൊരു മുദ്രാവാക്യം വെച്ചിട്ടൊരു അജണ്ട വെച്ചിട്ട് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുക കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രതിപക്ഷം 2 തുടർച്ചയായിട്ട് 10 വർഷം അധികാരത്തിന് പുറത്താണ്. അങ്ങനെയൊക്കെയുള്ള വളരെ സാമാന്യമായ രീതിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും സവിശേഷ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനപ്പുറം ഈ 2 കക്ഷികളുടെയും, കോൺഗ്രസിൻ്റെയും CPM CPI ഉൾപ്പെടുന്ന ഇടത് കക്ഷികളുടെയും ദേശീയ തലത്തിൽ തന്നെ അവരുടെ അസ്തിത്വത്തിന് നിർണായകമായേക്കാവുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനെ വെച്ചാണെങ്കിൽ മിക്ക സംസ്ഥാനങ്ങളിലും അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. റീസെൻ്റ്ലി നടന്നപ്പോൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിലും ബീഹാറിൽ കോൺഗ്രസ് ഉൾപ്പെട്ട മുന്നണി, മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് നിർണായക പ്രാധാന്യമുള്ളൊരു മുന്നണി, ഹരിയാനയിൽ നേരിട്ട് തന്നെ കോൺഗ്രസ്, ഇവിടെയെല്ലാം കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്ന തുടർച്ചയായ ഒരു സ്ട്രീക്കാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ, ലോക്സഭയിലേക്ക് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സാമാന്യം മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല, പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് മുഖ്യ കക്ഷി എന്നുള്ള നിലയിൽ അധികാരത്തിലെത്താവുന്ന ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇപ്പോൾ കേരളത്തിലാണ്. ഇപ്പോൾ ബംഗാളിലായാലും തമിഴ്നാട്ടിലായാലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാണ് അവർ ഈ മുന്നണിയിൽ മുഖ്യ കക്ഷിയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ്സിന് BJPക്കെതിരെയുള്ള ശക്തമായൊരു രാഷ്ട്രീയ ബദൽ എന്നുള്ള രീതിയിൽ തങ്ങളെ പ്രതിഷ്ഠിക്കുന്നതിന് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ വെച്ച് നോക്കിയാലും കോൺഗ്രസ് 10 കൊല്ലം അധികാരത്തിൻ്റെ പുറത്തായിരുന്നു. കോൺഗ്രസ് സംഘടന എന്ന് പറയുന്നത് വലിയ വെല്ലുവിളികൾ നേരിടുന്നൊരു ഘട്ടമാണ്. ഒരു തോൽവി കൂടി വന്നു കഴിഞ്ഞാൽ BJPയുമായിട്ടുള്ള ഒരു മത്സരത്തിൽ, അതായത് ഒരു പ്രതിപക്ഷം എന്നുള്ള റോളിനുള്ള മത്സരത്തിൽ കോൺഗ്രസ്സിന് വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മളത് പലയിടത്തും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ഇത് അതിൻ്റെ ദേശീയ തലത്തിൽ തന്നെയുള്ള അസ്തിത്വ പ്രശ്നങ്ങളുടെ ഭാഗമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. CPMനെ സംബന്ധിച്ചും CPI സംബന്ധിച്ചും ഇടത് കക്ഷികളെ സംബന്ധിച്ചും അത് കോൺഗ്രസിനേക്കാളേറെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ് അവരെ സംബന്ധിച്ച്. ഇന്ത്യയിൽ ഒരിടത്തും, കേരളം ഒഴിച്ചു കഴിഞ്ഞാൽ 2 സ്ഥലത്താണ് ഇടതുകക്ഷികൾ ഭരണത്തിലുണ്ടായിരുന്നത്. CPIM എന്ന് പറയാം, ബംഗാളിലും ത്രിപുരയിലും. അവിടെ ചരിത്രപരമായി തന്നെ വലിയ ഒരു ദുരന്ത സമാനമായ തിരിച്ചടി നേരിടുകയും ഏതാണ്ട് ഇല്ലാതാവുന്ന മട്ടിൽ അധികാരത്തിലെത്തുന്നത് പോയിട്ട് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പോലും വലിയ ശേഷിയില്ലാത്ത വിധത്തിലാണ് ബംഗാളിലൊക്കെ CPM തകർന്നു പോയത്. ഒരൊറ്റ MLA പോലും 34 വർഷത്തെ ഭരണത്തിന് ശേഷം CPM പരാജയപ്പെടുന്നു ബംഗാളിൽ. ആ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 40% വോട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ 3 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് ആവുമ്പോൾ CPMൻ്റെ വോട്ട് ലെവൽ എന്ന് പറയുന്നത് 5%-ഓളമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരിടത്തും അധികാരത്തിലില്ലാത്തൊരവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തോറ്റാൽ ഉണ്ടാകാൻ പോകുന്നത്. എന്ന് മാത്രമല്ല, ഇടതുപക്ഷ എന്ന നിലയിൽ, ഒരു മുഖ്യധാര ഇടതുപക്ഷ കക്ഷി എന്നുള്ള നിലയിലും CPM അതോടുകൂടി ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തന്നെ വളരെ ദുർബലമായ അതിൻ്റെ പങ്കാളിത്തവും അതിൻ്റെ പ്രതിച്ഛായയും തിരിച്ചു പിടിക്കാനാവാത്ത വിധത്തിൽ മാഞ്ഞു പോകാവുന്ന ഒരവസ്ഥയിലേക്ക് അത് പോയേക്കാം. അതുകൊണ്ട് ഇടതുകക്ഷികളെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് കേവലം കേരളത്തിലെ അധികാരത്തിലെത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളീയ സമൂഹത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പും സമാനമായ തരത്തിൽ വലിയ വെല്ലുവിളികളും അതുപോലെ തന്നെ ചോദ്യങ്ങളും ഉയർത്തുന്നൊരു തെരഞ്ഞെടുപ്പാണ്. അത് കേരളീയ സമൂഹത്തിൻ്റെ ഒരു ജനാധിപത്യ സത്തയുടെ
ഒരു പ്രശ്നം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നത്. അതായത് എല്ലാ കക്ഷികളും വികസനത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളൊരു അജണ്ടയിലേക്ക് എത്തുന്നു. വികസനം ഒരു മോശപ്പെട്ട കാര്യമല്ല, പക്ഷേ എന്ത് തരത്തിലുള്ള വികസനം എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഉയർത്തേണ്ടത്. അദാനിയെ കൊണ്ടുവരുന്നത്, അദാനിയുമായിട്ടുള്ള കരാർ ഒപ്പുവയ്ക്കുന്നത്, വിഴിഞ്ഞത്ത് തുറമുഖത്തിൽ വേണ്ടിയിട്ട് അദാനിയുമായിട്ടുള്ള കരാർ ഒപ്പുവയ്ക്കുന്നത് UDF സർക്കാരാണ്, ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഏറ്റവും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി, അതായത് പൊതുവിഭവങ്ങൾ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുക എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ട്, ആഗോളീകരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്വകാര്യവൽക്കരണവും ആഗോളീകരണവും അടക്കമുള്ള നവ ഉദാരീകരണ നയങ്ങളുടെ ഭാഗമായിട്ട് ലോകത്തെവിടെയും ഏത് പാവസർക്കാരും കോർപ്പറേറ്റുകളുമായിട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു കരാറാണ് അന്ന് വിഴിഞ്ഞം കരാർ ഉണ്ടാക്കിയത്. അതുണ്ടാക്കിയത് UDF സർക്കാരാണ്. അതിനുശേഷം ആ കരാറിൽ 6000 കോടി രൂപയുടെ അഴിമതിയുണ്ട് എന്ന് അന്നത്തെ CPM സെക്രട്ടറി ആയിരുന്ന, ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് ആരോപിച്ചത്. അതേ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരികയും അതേ വിഴിഞ്ഞം കരാർ അദാനിക്ക് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ അദാനിക്ക് വേണ്ട ക്ലോസുകൾ വീണ്ടും എഴുതി ചേർത്തുകൊണ്ട് ഒരു 75 കൊല്ലത്തേക്ക് ആ തുറമുഖം അദാനിയുടെ കയ്യിൽ പ്രവർത്തിക്കുമെന്ന് ഉറപ്പാക്കുന്ന തരത്തിൽ അതിന് വഴിയുണ്ടാക്കുകയാണ് പിണറായി ചെയ്തത്. BJP ആകട്ടെ ദേശീയ തലത്തിൽ തന്നെ അദാനിക്കും അംബാനിക്കും വേണ്ടിയിട്ട് ഈ രാജ്യം തീരെഴുതി കൊടുക്കുന്ന തരത്തിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഒരു സായുധ മിലിഷ്യ എന്നുള്ള മട്ടിൽ പ്രവർത്തിക്കുന്ന ഏത് നിയോ ലിബറൽ ഭരണകൂടത്തിൻ്റെയും സ്വഭാവങ്ങളിലൊന്നാണ്. അപ്പോൾ വികസനം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഈ 3 കക്ഷികളും ഏതാണ്ട് ഒരുപോലെയാണ്. അപ്പോൾ വികസന അജണ്ട മാത്രം ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ നിയോ ലിബറൽ പോളിസീസിൻ്റെ സാധൂകരണമാണ് ഇവരെല്ലാം ആവശ്യപ്പെടുന്നത്. അത് കേരളത്തിന് മുമ്പിലുള്ളൊരു വലിയ പ്രശ്നം കൂടിയാണ്. മറ്റ് തരത്തിലുള്ള ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ രാഷ്ട്രീയത്തെ, ജനങ്ങളുടെ ജനാധിപത്യ പങ്കാളിത്തത്തിനെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ രാഷ്ട്രീയത്തെ ഒക്കെ ചർച്ച ചെയ്യുന്നതിൽ നിന്നും കേരളം പിന്നോട്ട് പോവുകയാണ്. ഒരു തരത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്, കോൺഗ്രസ്സിന് ഈ ഒരു വിഷയത്തിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ജനങ്ങളുടെ, സിവിൽ സൊസൈറ്റിയുടെ, ഒരു പൗരസമൂഹത്തിൻ്റെ പ്രതിപക്ഷ വേഷം ഇവിടെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോടും അത്തരത്തിലുള്ള രാഷ്ട്രീയ എതിർപ്പുകളോടും അവർക്ക് ചേർന്ന് നിൽക്കേണ്ട ഒരവസ്ഥ ചിലപ്പോഴെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേരളിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ, കേരളിനെ സാധ്യമാക്കുന്ന, കേരയിൽ എന്തുകൊണ്ട് കേരയിൽ എന്നുള്ളതിന് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക വികസന പരിപാടികളോട് വിമുഖതയുള്ള ആളുകളല്ല ഉദാഹരണത്തിന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. പക്ഷേ കേരളത്തിലെ അതിശക്തമായ ജനകീയ പ്രതിഷേധത്തിനൊപ്പം ചേരാനുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണത് ആ പ്രതിഷേധത്തിനൊപ്പം ചേർന്ന്, അങ്ങനെ സമ്പന്നർക്ക് വേണ്ടിയുള്ള പല്ലക്ക് കേരളത്തിൽ വേണോ, ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് സമൂഹത്തിലെ ഒരു എലീറ്റ് ക്ലാസിൻ്റെ മാത്രം സാമ്പത്തിക വികസന പരിപാടികളുടെ ഭാഗമാകുന്ന യാത്രാ സൗകര്യങ്ങളാണോ, പൊതുഗതാഗത സൗകര്യങ്ങളാണോ കേരളത്തിൽ വേണ്ടത് എന്നുള്ള ചോദ്യത്തിൽ ആ പ്രതിഷേധത്തിനൊപ്പം ചേരാൻ കോൺഗ്രസിനെ നിർബന്ധിതമാക്കുന്നത് ഈ കാലത്തിൻ്റെയും ജനങ്ങൾ ഏറ്റെടുക്കുന്ന സമരങ്ങളുടെയും സമ്മർദ്ദമാണ്. ഈ ഒരു സമ്മർദ്ദം ഈ തെരഞ്ഞെടുപ്പിലും അവരുടെ മുമ്പിൽ ജനാധിപത്യ അജണ്ടകളെ ഒരു തരത്തിലേക്ക് മുന്നോട്ട് വയ്ക്കുന്നതിന് അവരെ പ്രേരിപ്പിച്ചേക്കാം. പക്ഷേ അത് എത്രത്തോളം നടപ്പാകുമെന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. അത് കേരളത്തിൻ്റെ മുന്നിലുള്ള ചോദ്യവും ഈ തെരഞ്ഞെടുപ്പിൽ സവിശേഷമായി അതുകൂടിയാണ്. അതായത് ഒരു ജനാധിപത്യ സത്ത ഈ സമൂഹത്തിന് എത്രത്തോളം നിലനിർത്താനാകും എന്നുള്ളതാണ്. 10 വർഷത്തെ പിണറായി സർക്കാർ ബാക്കിയാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ആഘാതങ്ങളിലൊന്ന് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഈ ജനാധിപത്യ സത്തയെ, ഒരു സംവാദാത്മകമായ സമൂഹത്തിൻ്റെ സ്വഭാവത്തെ തകർക്കുന്നു എന്നുള്ളതാണ്. അത് അവരുടെ സൈബർ കടന്നൽ സംഘങ്ങളായാലും ശരി, പോലീസിനെ ഉപയോഗിച്ച് ജനങ്ങളെ അടിച്ചമർത്തുന്നതായാലും ശരി, പൗരാവകാശങ്ങൾക്ക് നേരെയുള്ള യാതൊരു വിധത്തിലുള്ള ബഹുമാനവുമില്ലാത്ത മോദിയുടെ കൈപ്പുസ്തകം പകർത്തുന്ന അതേപോലെയുള്ള പരിപാടികളായാലും ശരി. ഉദാഹരണത്തിന് 9 വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളാണ് കേരളത്തിൽ പിണറായി സർക്കാർ നടത്തിയത്. UAP അനുസരിച്ചാണ് ഇവിടെ പൗരന്മാരെ അറസ്റ്റ് ചെയ്ത് തടവിലിട്ടത്. പോലീസ് സ്റ്റേഷനുകൾ ജനങ്ങൾക്ക് നേരെയുള്ള ഇടിമുറികളും കൊലയേറികളാക്കി മാറ്റി തീർത്തത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. ജനാധിപത്യപരമായ രീതിയിൽ പോലീസിനെ ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ള ഇടതുപക്ഷ അജണ്ട പോലുമില്ലാതെ പ്രവർത്തിച്ചത് ഈ സർക്കാരാണ്. ആ ഇടതുപക്ഷ അജണ്ട പോയിട്ട് റൂൾ ഓഫ് ലോയുടെ അടിസ്ഥാനത്തിൽ, നിയമവാഴ്ചയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രവർത്തിക്കുക എന്നുള്ളതിനെ മാറ്റി പോലീസിനെ ഒരു ജനവിരുദ്ധമായ ഒരു സ്വയംഭരണ റിപ്പബ്ലിക് പോലെയാക്കി മാറ്റുകയും അതിനെ പോലീസുകാരുടെ മനോവീര്യം എന്നുള്ള ഓമനപ്പേരിട്ട് ലാളിക്കുകയും ചെയ്തതും ഈ സർക്കാരാണ്. ജനാധിപത്യത്തിൻ്റെ
പ്രതിപക്ഷവും പൗരസമൂഹവും അടങ്ങുന്ന ജനാധിപത്യത്തിൻ്റെ സത്തയെ ഇത്രയും ജനവിരുദ്ധമായ രീതിയിൽ, ഇത്രയും ഹിംസാത്മകമായ രീതിയിൽ അടുത്ത കാലത്തൊന്നും മറ്റൊരു സർക്കാർ കേരളത്തിൽ എതിരിട്ടിട്ടില്ല. അതുകൊണ്ടാണ് കരിങ്കുടി വീശലിനെതിരെയോ അല്ലെങ്കിൽ മന്ത്രിമാർക്കെതിരെ പ്രതിഷേധത്തിനെയോ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ തങ്ങളുടെ പാർട്ടിക്കാരെ വിട്ട് ആക്രമിക്കുന്ന അവസ്ഥ കേരളത്തിലുണ്ടാകുന്നത്. അതായത് ജനാധിപത്യപരമായ എതിർപ്പുകൾക്ക് നേരെ, വിമത ശബ്ദങ്ങൾക്ക് നേരെ ഏത് സമഗ്രാധിപത്യ ഭരണകൂടത്തിനും, ഇപ്പോൾ കേന്ദ്രത്തിലിരിക്കുന്ന മോദിയുടെ ഫാഷിസ്റ്റ് ഭരണകൂടത്തിനുമുള്ള അതേ തരത്തിലുള്ള എതിർപ്പും അതേ തരത്തിലുള്ള ആക്രമണോത്സുകമായ അടിച്ചമർത്തൽ രീതികളുമാണ് അതിനെതിരെ പിണറായി സർക്കാരും ഇവിടെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇവിടെ വളർത്തിയെടുത്തത്. ഈ കേരളീയ സമൂഹത്തിൻ്റെ ഈ ജനാധിപത്യ സത്തയെ ഇല്ലാതാക്കുന്നതിനെതിരെയുള്ള പ്രതികരണം എന്ത് എന്നുള്ളത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷ പ്രാധാന്യം. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിലെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മറ്റൊരു സാന്നിധ്യം എന്ന് പറയുന്നത് BJP-യുടേതാണ്. BJP കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലായി കേരളത്തിൽ അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു വരികയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കുറച്ച് ഇടിവുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20% വോട്ട് കിട്ടി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത് 14% ആണ്. 15%, 14-ലും 15-നും ഇടയ്ക്കാണ് അവർക്ക് വോട്ട് കിട്ടിയത്. പക്ഷേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ BJP-യുടെ കേരള രാഷ്ട്രീയത്തിലെ അവരുടെ പങ്കാളിത്തവും അവരുടെ സ്വാധീനവും വർദ്ധിച്ചു വരികയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് വർദ്ധിച്ചു വരുന്നത് കേവലമായ ഒരു തെരഞ്ഞെടുപ്പ് പങ്കാളിത്തം മാത്രമായിട്ടല്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു വളരെ പ്രാധാന്യമുള്ള നിർണായകമായൊരു വസ്തുത. ഇന്ത്യയിൽ ഈ ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയം ഒരു സംഘടനാ രൂപത്തോടു കൂടി വരുന്നത് 1925-ലാണല്ലോ RSS ഉണ്ടാകുന്നത്. അതിനുശേഷമുള്ള ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തെ അവരുടെ പ്രവർത്തന പദ്ധതി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് കേവലമായ തെരഞ്ഞെടുപ്പുകളിലൂന്നി നിന്നും മാത്രമുള്ളതല്ല അവരുടെ ഈ രാഷ്ട്രീയ പദ്ധതി. അത് ആദ്യം ആ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ശരീരത്തെ ഹിന്ദുത്വവൽക്കരിക്കുക, ഹിന്ദുത്വ രാഷ്ട്രീയവൽക്കരിക്കുക, അതിനെ മിലിറ്ററൈസ് ചെയ്യുക, അതിനെ സൈനികവൽക്കരിക്കുക, ഇത്തരം പരിപാടികളെല്ലാം അവർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് രാഷ്ട്രീയാധികാരത്തിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് നമ്മളിപ്പോൾ കേന്ദ്രത്തിൽ മോദി അധികാരത്തിൽ വരുന്നതിലൂടെയൊക്കെ നമുക്ക് കണ്ടത്. അതായത് ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഹിംസാത്മകമായ മുഖങ്ങളിലൊന്ന് രാഷ്ട്രീയാധികാരം കൈക്കലാക്കുന്ന ഒരു ചരിത്ര സന്ദർഭം ഉണ്ടാകുന്ന ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തോളം RSSഉം സംഘപരിവാറും നിരന്തരമായി ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ ശരീരത്തിനുള്ളിൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയ വൽക്കരണം നടത്തിയതിൻ്റെ ശേഷമാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നിരന്തര രാഷ്ട്രീയ പ്രക്രിയയാണ് കേരളീയ സമൂഹത്തിലും നടക്കുന്നത്. ഈ രാഷ്ട്രീയ പ്രക്രിയയുടെ ഈ രാഷ്ട്രീയ സാമൂഹ്യ പ്രക്രിയ എന്ന് നമുക്ക് വിളിക്കാവുന്ന ഈ പരിപാടി കേരളത്തിൽ വാസ്തവത്തിൽ ഇതിനെ സുഗമമാക്കി കൊടുക്കുന്നത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ കൂടിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ശബരിമല സമരത്തെ സുവർണാവസരം എന്നൊക്കെയാണ് BJP വിശേഷിപ്പിച്ചതും അവരതിനെ അങ്ങനെയാണ് ഉപയോഗിക്കാൻ ശ്രമിച്ചതും. പക്ഷേ ശബരിമല സമരത്തിലൂടെ BJP ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ഈ രാഷ്ട്രീയ ഹിന്ദുത്വത്തിന് അനുകൂലമായ കാലാവസ്ഥയെ പ്രോത്സാഹിപ്പിച്ചത് മറ്റൊരു രീതിയിൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളാണ്. ആദ്യം അത് കോൺഗ്രസ്സാണ് ചെയ്തത്. ആചാര സംരക്ഷണത്തിന് വേണ്ടി, അതുപോലെ തന്നെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റരുത് എന്നുള്ള ആവശ്യത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് വിശ്വാസ സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുകയടക്കം ചെയ്യുകയാണ് UDFും കോൺഗ്രസും ചെയ്തത്. അത് BJP-യുടെ ഈ സമൂഹത്തെ ഹിന്ദുത്വ രാഷ്ട്രീയവൽക്കരിക്കുന്ന ശ്രമത്തിനെയാണ് മറ്റൊരു തരത്തിൽ അത് സാധൂകരിച്ചു കൊടുത്തത്. അതിനുശേഷം ആ പ്രശ്നത്തിൽ തങ്ങൾക്ക് കൈപ്പൊള്ളിയെന്നും അത് തങ്ങൾക്ക് തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിട്ടു തങ്ങളുടെ നിലപാട് എന്നും മനസ്സിലാക്കിയ ഇടതുപക്ഷമാകട്ടെ, മുഖ്യധാര ഇടതുപക്ഷമാകട്ടെ, ആ നിലപാടുകളെ അന്ന് കോടതി വിധി നടപ്പാക്കണമെന്നുള്ള മറ്റുള്ള നിലപാടുകളെ പാടെ കൈയൊഴിയുകയും വളരെ പിന്തിരിപ്പിനും യാഥാസ്ഥിതികവുമായ മതബദ്ധ ഹിന്ദുത്വ നിലപാടുകളെ ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിനെ പോലെ കറകളഞ്ഞൊരു ഫാഷിസ്റ്റിൻ്റെ സന്ദേശം വായിച്ച് ഇവിടുത്തെ CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ദേവസ്വം മന്ത്രി വാസവൻ കോൾമേർ കൊള്ളുന്നതൊക്കെ അങ്ങനെയാണ്.
ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ കഴിഞ്ഞ എത്രയോ കാലമായിട്ട് നടത്തി വരുന്ന മുസ്ലിം വിരുദ്ധമായ മുസ്ലിം വെറുപ്പ് എന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ കോർ അജണ്ടകളിലൊന്നാണ് ഈ മുസ്ലിം വെറുപ്പ് സമൂഹത്തിൽ നിലനിർത്തുക എന്നുള്ളത്. ഈ മുസ്ലിം വെറുപ്പ് നിരന്തരമായി കേരളത്തിലെ സംഘപരിവാർ രാഷ്ട്രീയക്കാർ പറയുന്നതിനേക്കാൾ വിഷം വമിപ്പിക്കുന്ന രീതിയിൽ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ നിരന്തരമായി സാധൂകരിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും CPIM ചെയ്തത്. അതെന്തിനാണ് ചെയ്തത്? ഇങ്ങനെയൊക്കെ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഞങ്ങൾ ആദരിക്കുമ്പോൾ അയാൾ പറയുന്നതിനോട് തങ്ങൾക്ക് സാമാന്യമായി യോജിപ്പാണ് എന്നുള്ളതും അയാൾ പ്രതിനിധീകരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വോട്ടുകൾ ഞങ്ങൾക്ക് കൂടി ചെയ്യാവുന്നതാണ് എന്നുമാണ് CPIM പറഞ്ഞു വയ്ക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അവർ ശ്രമിക്കുന്നതും അതിനുവേണ്ടിയാണ്. ഈ UDF വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗുമായി ആയിരിക്കും ഭരിക്കുക എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക UDF വന്നാലെന്ന് അവരുടെ AK ബാലനോ മറ്റുമാണ് പറഞ്ഞത്, അവരുടെ നേതാവായിട്ടുള്ള അവരുടെ പാർട്ടി മുഴുവൻ ഇതാണ് പറഞ്ഞ് നടക്കാൻ ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് BJPയും പറയുന്നത് എന്ന് ആലോചിക്കണം. ലീഗാണ് UDF വന്നാൽ ഭരിക്കുക, ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തെ ഭരിക്കുന്ന അവസ്ഥയുണ്ടാകും എന്നുള്ളത്. ഇതേ ഭയത്തിൻ്റെ, ഈ ന്യൂനപക്ഷ ഭയത്തിൻ്റെ, മുസ്ലിം ഭയത്തിൻ്റെ, ഇസ്ലാമോഫോബിയയെ ഇതിനെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ വോട്ടുകൾ തങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുമോ എന്നാണ് CPIയും ഇടതുമുന്നണിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് ഈ സമൂഹത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പാകമായ വിധത്തിൽ പാകപ്പെടുത്തിയെടുക്കുകയും അവിടെ ഇവർക്കാർക്കും പ്രവേശനമില്ലാത്ത വിധത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയാധികാരത്തിലേക്ക് ഉള്ള സംഘപരിവാറിൻ്റെ ആ വഴി സുഗമമാക്കുകയുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അടിയന്തരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് സംസ്ഥാനത്തൊട്ടാകെ കുറേ വോട്ട് ശതമാനം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല. അത് അങ്ങനെ സംഭവിക്കുന്നതിൽ അവർക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അവർ കേന്ദ്രീകരിക്കുന്നത് കേരളത്തിൽ ഒരു റിയലിസ്റ്റിക് അംബിഷൻ എന്നുള്ള രീതിയിൽ ഒരു 3 മുതൽ 5 വരെ സീറ്റുകൾ തങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളതാണ് BJPയുടെ നോട്ടം. 10 സീറ്റ് 15 സീറ്റ് എന്നൊക്കെ അവർ പുറത്ത് പറയുമെങ്കിൽ പോലും ഒരു 3 to 5 സീറ്റ്സ് കിട്ടുമോ എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. അതിലേക്കാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോൾ നേമം, കഴക്കൂട്ടം, പാലക്കാട് മുതലായ കുറച്ച് മണ്ഡലങ്ങളാണ് അവരതിന് തിരഞ്ഞെടുത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ബാക്കി മണ്ഡലങ്ങളിലെ അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സത്യത്തിൽ അവർ ഈ നേരത്തെ പറഞ്ഞ ഈ അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പാകമായൊരു രാഷ്ട്രീയ കാലാവസ്ഥയും അതിലേക്ക് പറ്റിയ ഭാവിയിലേക്ക് അതിലേക്ക് ആളുകളെ കൂട്ടാൻ പറ്റിയ ഒരു സാഹചര്യവും ഉണ്ടാക്കണമെങ്കിൽ അവരുടെ ദേശീയ അജണ്ടയായ കോൺഗ്രസ് മുക്തമായ ഇന്ത്യ എന്നുള്ളത്, അത് കോൺഗ്രസിൻ്റെ നന്മതിന്മകളുടെ പ്രശ്നമല്ല. ദേശീയ തലത്തിൽ BJPയുടെ ഒരു ബദൽ എന്നുള്ള രീതിയിൽ ഒരു വലിയ പാർട്ടിയായിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിനെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അധികാരത്തിൽ നിന്നും പരമാവധി ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. ആ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടിയാണ് മറ്റു മണ്ഡലങ്ങളിൽ അവർ അവരുടെ രാഷ്ട്രീയ തന്ത്രം മെനഞ്ഞെടുത്തിരിക്കുന്നത് എന്നുകൂടി കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് വളരെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ തൃപ്പൂണിത്തുറയൊക്കെ പോലെ ഉള്ള ഒരു മണ്ഡലത്തിൽ അവർ അതൊരു 2020 ആ സീറ്റ് കൊടുക്കുകയും സ്ഥാനാർത്ഥിയെ തന്നെ വളരെ ആളുകൾക്ക് അത്ര ആകർഷണീയമല്ലാത്ത രീതിയിൽ രാഷ്ട്രീയമായി ആളുകളുടെ ഇടയിൽ സ്വാധീനമില്ലാത്ത തരത്തിലുള്ള ആളുകളെയൊക്കെ ഇത്തരം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളൊക്കെ അയക്കുകയും ചെയ്യുന്നത് ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും ഓരോ ബൂത്ത് തലത്തിലും വിശകലനം ചെയ്ത് നേരിടുന്ന BJPയെ സംബന്ധിച്ച് അതൊന്നും നിഷ്കളങ്കമോ യാദൃച്ഛികമോ അല്ല. അത് അവർ ചെയ്യുന്നത് കോൺഗ്രസ്സിനെതിരെയുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ രൂപപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ മറ്റു മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. അതിൻ്റെ ഗുണഭോക്താവ് CPIM ആയാലും അവർക്ക് വിരോധമൊന്നുമില്ല. കാരണം CPIMനെ പിന്നെ കൈകാര്യം ചെയ്യാം എന്ന് അവർക്ക് ധാരണയുണ്ട്. കാരണം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മാത്രമായി നിൽക്കുന്ന ഒരു ചെറുകക്ഷിയാണ് CPIM എന്നും ദേശീയ തലത്തിൽ തന്നെ തങ്ങൾക്കത് വലിയ വെല്ലുവിളിയൊന്നും ഉയർത്താൻ പോകുന്നില്ല എന്നും അവർക്കറിയാം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അപകടകരമായ ഒരു രാഷ്ട്രീയ തന്ത്രം കേരളത്തിൽ പ്രയോഗിക്കപ്പെടുന്നത് BJPയുടെ കുറച്ച് മണ്ഡലങ്ങളിൽ മാത്രം തങ്ങൾ ജയിക്കുന്നതിന് കോൺസെൻട്രേറ്റ് ചെയ്യും. ബാക്കി മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിനെതിരായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ടാക്കാനുള്ള അവരുടെ ശ്രമവും ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. തുടർഭരണം അപകടകരമാണ്
ഒരു പ്രാവശ്യം ഒരു സർക്കാർ വന്നാൽ അടുത്ത പ്രാവശ്യം മറ്റൊരു സർക്കാരാണ് വേണ്ടത് എന്ന് വളരെ ലളിതമായി പറഞ്ഞു പോകുന്നൊരു യുക്തിയെ ഞാൻ യോജിക്കുന്ന ഒന്നല്ല. ഇപ്പോൾ ബി ജെ പി ആണ് പ്രതിപക്ഷത്ത് എന്നിരിക്കട്ടെ, BJP അധികാരത്തിൽ വരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ തുടർഭരണം, ആരായാലും തുടർഭരണം വേണ്ട എന്നുള്ള മട്ടിൽ നമ്മളതിനെ കണ്ടുകൂടാ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ പങ്കാളിത്തവും ഒരു തെരഞ്ഞെടുപ്പുകളും ഇതിനെ തുടർന്നുള്ള രാഷ്ട്രീയാധികാരവും ഒക്കെ ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ പ്രോസസ്സുമായി നിലനിർത്തുക എന്നുള്ള ഉറപ്പ് ഒരു സമൂഹത്തിനുണ്ടാകണം. അതിൻ്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കാണേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ സവിശേഷമായി തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിനെയും കാണേണ്ടത്. അത് തുടർഭരണമേ വേണ്ട, ആര് വന്നാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു അവസ്ഥയല്ല കേരളത്തിൽ. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയല്ലല്ലോ ഉള്ളത്. കേരളത്തിൽ BJP അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമുക്ക് BJPയെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അധികാരം മാറുക എന്ന് പറയുന്നത് വേണമെങ്കിൽ ആകാവുന്നൊരു സംഭവമാണ് എന്ന് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. അല്ലാതെ അത് തുടർഭരണവുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല നമ്മളതിനെ കാണേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തികച്ചും കേരളീയ സമൂഹത്തെ വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് അത് മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ്. അതവരുടെ പാർട്ടിയെയും അങ്ങനെ തന്നെയാണ് മാറ്റിയെടുത്തത്. CPIM എന്ന് പറയുന്ന പാർട്ടി പോലും നോക്കുക, അത് അതിൻ്റെ ഒത്തുതീർപ്പുകൾ നോക്കും. ഇപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ടു എന്നുള്ളത് അവരുടെ തന്നെ മുന്നണിയിൽ അറിയിക്കാതെ കേന്ദ്രത്തിലെ BJPയുമായി അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് രഹസ്യമായും പരസ്യമായും തയ്യാറാകുന്ന ഒരു പാർട്ടിയായിട്ട് അത് മാറി എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. മതേതരത്വത്തോടുള്ള അതിൻ്റെ പ്രതിബദ്ധത എന്ന് പറയുന്നത് അവസരവാദപരമായി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അതൊക്കെ ഒരു സമഗ്രാധിപത്യ രാഷ്ട്രീയാധികാര സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. ആ പാർട്ടിയിൽ തന്നെ ഇതിനെയൊന്നും ചോദ്യം ചെയ്യുന്നതിനോ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ എന്തെങ്കിലും കാറ്റും വെളിച്ചവും കയറുന്നതിനോ അതിന് സാധ്യതയില്ലാത്ത വിധത്തിൽ അത് ഒരു തീർത്തും ഒരു പിണറായി വിജയൻ എന്ന ഒരൊറ്റ നേതാവ്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന പോലെ പിണറായി വിജയൻ്റേതല്ലാത്ത മറ്റേതെങ്കിലും ഒരു പരസ്യ ബോർഡ്, പ്രചാരണ ബോർഡ് നമ്മൾ കാണുന്നുണ്ടോ എന്ന് സംശയമാണ്. വഴികളിലെല്ലാം കാണുന്ന കൂറ്റൻ ബോർഡുകളെല്ലാം പിണറായി വിജയൻ്റെ വലിയ ചിത്രങ്ങൾ വെച്ചിട്ടുള്ളതാണ്. ഇതൊന്നും നമ്മുടെ അസൂയയുടെ പ്രശ്നമല്ല പിണറായി വിജയനോട്. ഇതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തെ തീർത്തും ദുർബലമാക്കുന്ന പ്രശ്നമാണ്. ഇതൊരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ മാതൃകയിലാണ് ഇവർ കേരളത്തെ തങ്ങളുടെ കീഴിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിനെതിരായ ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കണം കേരളത്തിൽ നടക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഇടതുപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ CPIMനും അതായിരിക്കും ഗുണം ചെയ്യുക എന്നുള്ളത് കൂടിയുണ്ട്. കേരളത്തിലെ ഒരു ആ പാർട്ടി സംവിധാനം തന്നെ ഇങ്ങനെയാണോ തങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത്, ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ ഒരു രാഷ്ട്രീയാധികാര സംവിധാനത്തെയാണോ തങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളതൊക്കെ പുനരാലോചിക്കുന്നതിന് ആ പാർട്ടിക്ക് ഒരു പക്ഷേ അവസരം നൽകിയേക്കാം. അവസരമുണ്ടാകും, അത് ഉപയോഗിക്കാവുന്ന അവസരത്തെ ഉപയോഗിക്കാവുന്ന ഒരു രാഷ്ട്രീയ ആരോഗ്യം, ആന്തരിക ആരോഗ്യം ആ പാർട്ടിക്ക് ഇപ്പോഴുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ തുടർഭരണം എന്നുള്ളതിന് അപ്പുറത്തേക്ക് സവിശേഷമായി ഈ തെരഞ്ഞെടുപ്പിനെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ജനാധിപത്യ ആരോഗ്യത്തിന് ഈ 10 വർഷം നീണ്ടുനിന്ന ഈ പിണറായി സർക്കാർ ഉണ്ടാക്കിയത് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയെടുത്തത്. അത് ഉണ്ടാക്കിയെടുത്തത് സാംസ്കാരിക വിധേയന്മാരെ, സാംസ്കാരിക തൊമ്മികളെ ആണ് അതുണ്ടാക്കിയെടുത്തത്. വാഴ്ത്തുപാട്ടുകാരെയാണ് അതുണ്ടാക്കിയെടുത്തത്. തങ്ങൾക്ക് വേണ്ട ആളുകളെ മാത്രം കുത്തി നിറച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുമണ്ഡലമാകെ ഒരുതരം ഹിംസാത്മകമായ ആക്രോശത്തോടുകൂടി കീഴടക്കുന്ന തങ്ങളുടെ ഒരു വിധേയ സംഘത്തെ വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ ജനാധിപത്യ സംവാദത്തെയും ജനാധിപത്യ അന്തസ്സത്തെയും തീർത്തും ദുർബലമാക്കുന്ന ഒരു സമഗ്രാധിപത്യ ഭരണകൂടത്തിൻ്റെ ദുരധികാര രീതികളാണ് കേരളത്തിൽ പ്രത്യേകിച്ചും പിണറായി രണ്ടാം സർക്കാരിൻ്റെ കാലത്ത് ശക്തി പ്രാപിച്ചത്. അതുകൊണ്ട് തന്നെ
സവിശേഷമായി ഈ സർക്കാർ ജനാധിപത്യത്തിൻ്റെ അന്തസത്തയ്ക്കെതിരായി പ്രവർത്തിച്ചൊരു സർക്കാരാണ് എന്നുള്ളതാണ് കേരളത്തിൻ്റെ മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പിലുള്ള ഏറ്റവും വലിയ വിഷയം. അത് തുടർഭരണത്തിൻ്റെ പ്രശ്നം എന്നുള്ളതിനേക്കാൾ ഉപരി സവിശേഷമായി ഈ സർക്കാരിനെതിരെയുള്ള, പിണറായി സർക്കാരിനെതിരെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അന്തസത്തയെ ഇല്ലാതാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പരിപാടിക്കെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം ഇത് എന്നെനിക്ക് തോന്നുന്നു.